അളവും കോലുമാണ് പ്രശ്നം. ഈ മക്കളൊക്കെ വെറുപ്പിക്കൽസ് കഴിഞ്ഞ് അതുകൊണ്ടാണ് ഇങ്ങനെ മക്കൾ ചീത്തയാകുന്നത്. നല്ല നിലവാരത്തിൽ സംസാരിക്കുകയും നല്ല രീതിയിലാണ് പറയുന്നതെങ്കിൽ 2 വട്ടം പറഞ്ഞാൽ തന്നെ മക്കളത് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യും. പക്ഷേ എന്ത് വേണം? പ്രകോപിതരായി പറയരുത്. നിലവാരത്തിൽ 1 വട്ടം ആവശ്യമുണ്ട്. ചിലർക്ക് നമ്മൾക്കിങ്ങനെ മുട്ടുമല്ലോ, അപ്പോൾ 2 വട്ടം പറഞ്ഞു അതിൽ കൂട്ടരുത്, അവിടെ നിർത്തണം. അങ്ങനെ നിങ്ങൾ സംസാരിക്കെങ്കിൽ അഡിക്ഷൻ അവിടെ അവസാനിക്കും. ഇനി മദ്രസയിലൊക്കെ വരുന്ന രക്ഷിതാക്കളായതുകൊണ്ട്, മക്കളുടെ രക്ഷിതാക്കളായതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നു, മദ്രസ പഠനം വിജയിക്കണമെങ്കിലും നാം 2 കൂട്ടരും പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വിഷയമാണ്. നമ്മളെ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളാണിത്. മലപ്പുറം ജില്ലയുടെ ഈ ഭാഗങ്ങളൊക്കെ പൊതുവെ ജനസാന്ദ്രതയുള്ള പ്രദേശമാണ് കേരളത്തിൽ ആപേക്ഷികമായി. ഈ സ്ഥലത്തൊക്കെ മുസ്ലിം ജനസംഖ്യയിൽ ഭൂരിപക്ഷവും മദ്രസകളിൽ വരുന്നവരാണ്. അതിൻ്റെ ഗുണം പൊതുസമൂഹത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇനിയും നമ്മൾ ഒരുപാട് മുന്നോട്ട് പോകണം. ഷുഗർ ഇല്ലാത്തവരൊക്കെ ഒന്ന് കഴിച്ചോട്ടോ, എന്നാൽ പിന്നെ ഉറക്കുകയില്ല. അപ്പോൾ എന്ത് വേണം? മദ്രസയിൽ ഇനിയും കുറച്ചുകൂടി നമ്മൾ മെച്ചപ്പെടുത്തണം. ഞാൻ ആരോഗ്യകരമായ ഒരു വിമർശനം എന്ന ഉദ്ദേശ്യത്തോടെ വിമർശിച്ച് പറയുന്നു, നമ്മൾ ഈ അക്കാദമിക് വിദ്യാഭ്യാസത്തിൻ്റെ പോരായ്മകൾ നാം പരിഹരിക്കണം. മദ്രസകളിൽ ഞാൻ കാണുന്നൊരു പ്രശ്നം എന്താ അറിയുക? കുറച്ച് ക്ലാസ് ഉയരുമ്പോൾ, അഥവാ മക്കളൊരു പക്വതയിൽ കാര്യങ്ങൾ കേട്ട് വളരേണ്ട ഒരു സമയമാകുമ്പോൾ മദ്രസ വിട്ട് പല മക്കളും മദ്രസ വിടുകയാണ്. എന്താ മദ്രസ വിടാൻ കാരണം? ട്യൂഷൻ. എന്തുകൊണ്ടാണ് ട്യൂഷൻ ആവശ്യമാകുന്നത്? ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളിൽ ഇത്ര കൂടുതൽ സമയം വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്നില്ല. അക്കാദമിക വിദ്യാഭ്യാസത്തിന്, സ്കൂൾ വിദ്യാഭ്യാസത്തിന് ഇത്ര ദൈർഘ്യമേറെ സമയം ലോകോത്തര നിലവാരമുള്ള വികസിത രാജ്യങ്ങളിൽ ഇത്ര കൂടുതൽ സമയം വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്നില്ല. അതിനേക്കാൾ കൂടുതൽ നമ്മൾ സ്കൂളിൽ വിദ്യാഭ്യാസത്തിന് സമയം ചെലവഴിച്ചിട്ട് പിന്നെയും ട്യൂഷൻ. ഇങ്ങനെ ട്യൂഷന് വരുന്നുണ്ടെങ്കിൽ സ്കൂളുകളും സ്കൂളിലെ വിദ്യാഭ്യാസ സംവിധാനവും ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയനാകണം. നമ്മളെ പബ്ലിക് അക്കാദമിക് എഡ്യൂക്കേഷൻ, പൊതുവിലുള്ള പൊതുവിദ്യാഭ്യാസം, ഈ പൊതുവിദ്യാഭ്യാസം പൊതുസമൂഹത്തിൻ്റെ വിലയിരുത്തലിന് വിധേയമാകണം, സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയരാകണം. നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ അധ്യാപകരായി വരുന്നവർ ഇങ്ങനെയാണോ എന്ന ഒരു ചോദ്യം ഉന്നയിക്കപ്പെടണം എന്ന് ഞാൻ പറയുന്നു. എങ്ങനെ? ഒരു എൻജിനീയറാകാൻ കഴിയാത്ത, ഡോക്ടറാകാൻ കഴിയാത്ത, വക്കീലാകാൻ കഴിയാത്ത അങ്ങനെയുള്ളവർ, എല്ലാവരെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഈ അധ്യാപകരുടെ കൂട്ടത്തിൽ ഇത്തരം ഒരു സമൂഹം ഉയർന്നത് എന്ന് വിലയിരുത്തുന്ന പൊസിഷനുകളിലേക്ക് ചെല്ലാൻ പറ്റാത്തവർക്ക് തൽക്കാലം ഒരു ഡിഗ്രി, കൂടെ ഒരു TTC, അല്ലെങ്കിൽ അത് ജസ്റ്റ് ഒരു PG, അതിൻ്റെ കൂടെ ഒരു B.Ed, ഇത് മാത്രമുണ്ടായാൽ മതി. അവർക്ക് ക്യാഷ് കെട്ടിവെക്കാനുണ്ടെങ്കിൽ ഏത് എയ്ഡഡ് സ്കൂളിലും കയറി വരാം എന്ന നിലവാരമാണോ വിദ്യാഭ്യാസ സംവിധാനത്തെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യം ഒരു ഭാഗത്ത് വിമർശനാത്മകമായി പൊതുസമൂഹത്തിൽ നിന്ന് ഉയരേണ്ട കാലമാണിത്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും ദൈർഘ്യമേറെ സമയം കുട്ടികൾ സ്കൂളിൽ ചെലവഴിച്ചിട്ട് പോലും വീണ്ടും ട്യൂഷൻ അയക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? രണ്ടാമത്തത്, സംസ്ഥാന തലത്തിലുള്ള വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നവർ അവരിലും കൃത്യമായ ലക്ഷ്യാധിഷ്ഠിതമായി പ്രവർത്തിക്കാനുള്ള പ്രാപ്തത ഉണ്ടാകുന്നുണ്ടോ ഇല്ലേ എന്ന ചോദ്യം ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിൻ്റെ ഭാഗമായി പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരണം. ഈ അടുത്തൊരു സൂംബ വിവാദം കേട്ടിരുന്നു അല്ലേ? അതായത് അത്തരമൊരു സംവിധാനം ഒരു സ്കൂളിലേക്ക് പൊതുവായി പ്രഖ്യാപിക്കേണ്ടത് എങ്ങനെയാ? ഒരു 10-20 സ്കൂളുകളിൽ മോഡലായി പ്രയോഗിച്ച് അത് വിജയകരമായെന്ന് കണ്ടതിന് ശേഷമാണ് ഇത്തരം ഒരു കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷമുള്ളയിടത്ത് അത്തരം സംവിധാനം പ്രഖ്യാപിക്കേണ്ടത്. അങ്ങനെയാണ്. പക്ഷേ അതൊന്നുമില്ലാതെ ചായ കുടിച്ച് പിരിയുമ്പോൾ തോന്നിയതൊക്കെ പ്രഖ്യാപിക്കുന്ന തലത്തിലേക്ക്, ആ ഒരു തരത്തിലേക്ക്, നിലവാരത്തിലേക്ക് ഗവൺമെൻറ്റിൻ്റെ സംസ്ഥാനതല സംവിധാനമായിട്ടുണ്ടോ എന്ന ചോദ്യം
പൊതുസമൂഹം ഉന്നയിച്ചു തുടങ്ങണമെന്നാണ് ഞാൻ പറയുന്നത്. ഞാനിത് പറയുന്നത് എന്തിനാണ്? മദ്രസ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇത്ര സമയം കിട്ടിയിട്ടില്ലെങ്കിലും ഇൻഷാ അല്ലാഹ് വിജയിപ്പിക്കാൻ കഴിയും. പക്ഷേ മദ്രസ വിദ്യാഭ്യാസത്തെ തകർക്കുന്ന തലത്തിൽ ഈ സംവിധാനം ഉയരുന്നതിനേക്കാൾ ഗൗരവമാണ് നമ്മുടെ മക്കൾ അനുഭവിക്കുന്ന പീഡനം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. രാവിലെ ഉറക്ക് മര്യാദക്ക് തെളിഞ്ഞു വരുന്ന സമയം മുതൽ സ്കൂളിലേക്കെത്തി. അങ്ങനെ സ്കൂളിലേക്കെത്തിയ കുട്ടി എല്ലാം കൂടെ ഒന്നൊന്ന് തളർന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്ന് തോന്നിയിട്ട് വീട്ടിലെത്തുമ്പോൾ പിന്നെ ട്യൂഷൻ. ഇങ്ങനെ ചിന്തിക്കുന്നത് എന്തുമാത്രം ബുദ്ധിമോശമാണ്. നമ്മളും ചെറുത് മുതൽ വലുതായതല്ലേ? നമുക്കറിയില്ലേ ആ സമയത്തൊരു ശാരീരികാവസ്ഥയും മാനസികാവസ്ഥയും ഒക്കെ. ഇതെന്താ നമ്മുടെ മക്കളെ നമ്മളിങ്ങനെ ചുട്ടുവേവിച്ചെടുക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റുന്നത്? എന്തിനാ? മാറണം. അതോടൊപ്പം ഞാൻ ആ വിഷയത്തിൽ നിന്ന് പിന്മാറി അടുത്ത വിഷയത്തിലേക്ക് വരുന്നു. മദ്രസ വിദ്യാഭ്യാസം പൊതുവിൽ കാര്യക്ഷമമാക്കാൻ ഇപ്പോൾ ഹാപ്പി സോൺ എന്ന പേരിൽ നമ്മുടെ ഒരു ടീം സേവന രംഗത്തേക്ക് ഇറങ്ങാനുണ്ടായ കാരണം, മദ്രസ തലത്തിലേക്ക് വിദ്യാർത്ഥികൾ, മുസ്ലിം ജനസംഖ്യയുടെ ബഹുഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥികൾ വരുമ്പോഴും അൽഹംദുലില്ലാ പൊതുസമൂഹത്തിനും സമുദായത്തിനും ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മുടെ മക്കൾ വളരുന്നുണ്ട്. പക്ഷേ ഇനിയും നമുക്കൊരുപാട് ഉയർച്ച കിട്ടേണ്ടതുണ്ട്. പഴയ കാലത്തെ അപേക്ഷിച്ച് നമ്മുടെ മതചിഹ്നങ്ങളോട് ബഹുമാനം കുറയുകയോ മതപരമായ ആരാധനകളോടും മൂല്യങ്ങളോടും മുഖം തിരിഞ്ഞു നിൽക്കുകയോ പിന്നാക്കം നിൽക്കുകയോ ചെയ്യുന്ന അവസ്ഥ ഉണ്ടോ എന്ന പുനരാലോചന നടത്തേണ്ട സമയമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതിനുപകാരപ്പെടും വിധം നമ്മുടെ മദ്രസ സംവിധാനത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പറ്റം പക്വതയുള്ള, ഒരു പറ്റം പരിശീലനം നേടിയ പണ്ഡിതന്മാർ, എഡ്യൂക്കേറ്റഡായ ട്രെയിനേഴ്സ്, പരിശീലകർ, ആ പരിശീലകരുടെ നേതൃത്വത്തിൽ ഹാപ്പി സോൺ ഇതുപോലുള്ളൊരു സമൂഹത്തിൻ്റെ മുമ്പിലും പറയുന്നു. ഇവിടെ കമ്മിറ്റിക്കാരും എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടാവുമല്ലോ, ഉസ്താദുമാരും എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, കമ്മിറ്റിക്കാരും എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, രക്ഷിതാക്കളും എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഞാൻ പറയുന്നു, നിങ്ങൾ ഈ 3 വിഭാഗവും ഒരേ സമയം സന്നദ്ധമാണോ? ഈ മേഖലയിൽ നേരിടുന്ന ഇത്തരം പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ ആവശ്യമായ ഒരു സ്ട്രക്ചർ പ്രായോഗികമായി ഉണ്ടാക്കി അത് നടപ്പിലാക്കി വിജയം കാണിച്ചു തരാൻ പറ്റുന്ന ഒരു ടീമാണ് ഹാപ്പി സോൺ. ഇവിടെ ഏതൊക്കെ വിഷയങ്ങൾ? പൊതുവിൽ രക്ഷിതാവ് പറയാം, ഉസ്താദേ വീട്ടിലെത്തിയിട്ട് ഇവൻ മര്യാദക്ക് നിസ്കരിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു രക്ഷിതാവ് പറയാ, ഇവനെ മദ്രസയിൽ അയപ്പിച്ചത് നല്ലൊരു സ്വഭാവം പഠിക്കാനാ, പക്ഷേ സ്വഭാവം തീരെ ശരിയാകുന്നില്ല. അല്ലെങ്കിൽ രക്ഷിതാവ് പറയാണ്, ഇവനെ നമ്മൾ 6 മണിക്ക് വരേണ്ടത് 5 മണിക്ക് വാങ്ങിക്കൊടുത്താൽ അപ്പം തന്നെ തുടങ്ങും വിളിക്കാൻ, പക്ഷേ ഒന്ന് വരണ്ടേ, എന്താ നിവൃത്തി? ഉസ്താദ് പറയാണ്, ഇവിടുന്ന് നിസ്കരിപ്പിക്കല, ഞാൻ നിസ്കരിപ്പിച്ചു തരാം. അതേസമയം ഇവിടെ എത്തിയതിന് ശേഷം ഓദിക്കലാണോ? അത് ഞാൻ വേണേ ചെയ്തു തരാം. ഇതിപ്പോൾ അവിടുന്ന് ഇവിടെ എത്താൻ ഞാൻ എന്താ കാട്ടേണ്ടത്? അപ്പോൾ രക്ഷിതാവും കൈയൊഴിഞ്ഞു, അധ്യാപകർ കുട്ടി നടുക്കടലിൽ. നമ്മൾ പറയുന്നത് ഇങ്ങനെയല്ല. ഇതിൽ നിന്നും മാറി 2 കൂട്ടർക്കും കൃത്യമായ അനുപാതത്തിൽ പരിശീലനങ്ങൾ ലഭിച്ചാൽ ആ പരിശീലനങ്ങളുടെ അടിസ്ഥാനത്തിൽ കുട്ടികൾ വേദനിപ്പിക്കപ്പെടാതെ തന്നെ പരിഹാരങ്ങളുണ്ട്. ഇതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മാതൃക. നബിതങ്ങൾ പഠിപ്പിച്ച മാതൃക അങ്ങനെയാണ്. ആ മാതൃകയാണ് നാം നടപ്പിലാക്കേണ്ടത്. അത് നടപ്പിലാക്കിയതിൻ്റെ ഉദാഹരണം തുടക്കത്തിലെ സദസ്സിലുള്ളവർക്കറിയാം. ഞാൻ നമ്മുടെ പ്രാദേശികതയോട് ചേർത്തിട്ടുള്ള അനുഭവം മുന്നിൽ വെച്ചാണ് ഞാൻ തുടങ്ങിയത്. മറന്നിട്ടില്ലല്ലോ? ഓർമ്മയിലുണ്ടാവും. ലാസ്റ്റ് ഇൻഷാ അല്ലാഹ് തൗഫീഖ് ചെയ്താൽ ഇതിൻ്റെ വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കേട്ട് നോക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ കഴിയും. അതിന് ഭയങ്കര IAS-കാരനും IPS-കാരനും IFS-കാരനൊന്നും ആകണ്ട. നമ്മൾ സാധാരണക്കാർക്ക് സാധിക്കും എന്നാണ് ഞാൻ പറയുന്നത്. അതിന് നമ്മളെ കാളപൂട്ടുന്ന സമയത്തെടുക്കുന്ന വടി ആവശ്യമില്ല, പോലീസുകാരെടുക്കുന്ന ലാത്തി ആവശ്യമില്ല. അതിന് എന്താ വേണ്ടത്? രക്ഷിതാവിൻ്റെ, ബാപ്പയുടെ, ഉമ്മയുടെ സ്നേഹമുള്ള മനസ്സാണ് ആവശ്യം. അതാണ് ആവശ്യം. അതിന് പകരം നിങ്ങൾ വടിയെടുത്താൽ
നിങ്ങൾ തോൽക്കും. അതൊരു വിജയലക്ഷണമല്ല. നബിതങ്ങൾ നടപ്പിലാക്കിയത് ഹസനെയും ഹുസൈനെയും ഫാത്തിമയെയും റളിയല്ലാഹു അൻഹുൻ, ഈ മഹാന്മാരെയൊക്കെ നബിതങ്ങൾ പഠിപ്പിച്ചത് വടി കൊണ്ടല്ല. നമ്മുടെ ഈ കാലഘട്ടത്തിലെ നമുക്കൊക്കെ അറിയാവുന്ന സ്വാലിഹീങ്ങളായ പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാത്തീദ് ഓക്കെ ഉസ്താദോ, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഈ സുലൈമാൻ ഉസ്താദോ, അതല്ലെങ്കിൽ നമുക്കറിയാവുന്ന വലിയ ഒരു പറ്റം മഹാന്മാരൊക്കെ ഈ വടി ആവശ്യമില്ലാതെ ഒരു സമൂഹത്തെ പഠിപ്പിച്ചവരാണ്, മക്കളെയും ശിഷ്യന്മാരെയും. അത് ഫോളോ ചെയ്യാൻ പറ്റിയ നിലവാരമുള്ള ഏർപ്പാടാണ്. ആ നിലവാരമുള്ള ഏർപ്പാടാണ് നമ്മളും പിന്തുടരേണ്ടത്. അത് നടക്കുന്നില്ല എന്ന് പറയുന്നവരോട് പ്രായോഗികമായി അവർക്ക് നടപ്പിലാക്കി കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് അൽഹംദുലില്ലാ ഹാപ്പി സോൺ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ഈ ട്രെയിനിങ് സംവിധാനം. അതിൽ ഒരു മദ്രസയൊക്കെ ആവശ്യപ്പെട്ടാൽ നമ്മൾ ആ മദ്രസക്ക് ആനുപാതികമായി ആ ട്രെയിനിങ് സംവിധാനം നടപ്പിലാക്കി ഒരു 3, 4, 5 മാസം കൊണ്ട് പഠനത്തിലും സ്വഭാവത്തിലും ആരാധനയിലും മറ്റ് സ്കില്ലുകളിലും എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈ ട്രെയിനിങ് കൃത്യമായി ഉപയോഗിക്കുമെങ്കിൽ അവരുടെ അക്കാദമിക പഠനത്തിലടക്കം അവരെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ, ഈ തല്ലും കുലുമാലും ഇല്ലാതെ തന്നെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതാണ് ശരി. ഈ ശരികൾ കഴിയാത്തത് പലപ്പോഴും സംവിധാനങ്ങളിലെ ചെറിയ ചെറിയ സ്ക്രൂവിൻ്റെയും നട്ടിൻ്റെയും ഒക്കെ കുറവാണ്. അത് കൃത്യമായി അറിയാവുന്നവർക്കത് പരിഹരിക്കാൻ കഴിയും. അതിൻ്റെ അർത്ഥം ഈ സംവിധാനമെല്ലാം കെടുകാര്യസ്ഥതയിൽ പോകുന്നു എന്നല്ല. പരിഷ്കരണങ്ങൾ ആവശ്യമാണ്, മുന്നോട്ട് പോക്ക് ആവശ്യമാണ് എന്ന് മാത്രമാണ്. ചെയ്യുന്ന സേവനങ്ങളെ ഒരിക്കലും ചെറുതാക്കി കാണിക്കരുത്. അതെല്ലാം വലുത് തന്നെയാണ്. മദ്രസയും പള്ളിയും സ്കൂളും എല്ലാം മഹത്വമുള്ളതാണ്. അതെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ്, മുന്നോട്ട് പോകേണ്ടതാണ്. പക്ഷെ ഇനിയും നന്നാകേണ്ടിയിരിക്കുന്നു, ഇനിയും ഉയരേണ്ടിയിരിക്കുന്നു എന്ന് മാത്രമേ പറഞ്ഞതിനർത്ഥമുള്ളൂ. അങ്ങനെ ഉയരാതിരുന്നാൽ അപകടങ്ങളുണ്ട് എന്നുകൂടി ചേർത്ത് മനസ്സിലാക്കണം. ഞാൻ ചെറിയൊരു വാക്കുകൂടി പറഞ്ഞ് നിർത്തുന്നു. ഇൻഷാ അല്ലാ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ചോദിക്കാൻ മുട്ടി നിൽക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്താ ചോദിക്കാത്തതെന്ന് ചോദിച്ചു കുലുമാലൊന്നും ആക്കൂല. ചോദിക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് ഒരു ഫോം നിങ്ങളുടെ ഇടയിലേക്ക് നൽകുന്നുണ്ട്. അതിൽ താല്പര്യമുള്ളവർ, അഥവാ ഇപ്പോൾ സംസാരിച്ച വിഷയങ്ങളെല്ലാം കുറച്ച് അഗാധമായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, വളരെ എളുപ്പമുള്ള വിഷയമാണ്. പക്ഷെ പലതും അഗാധമായ ഒരു പലതവണ കേട്ടാലേ പലതും ധാരണയിലാകും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഫോണിൻ്റെ പ്രശ്നം പറഞ്ഞു. ഞാൻ ആകെ പറഞ്ഞത് കൊടുക്കാതിരിക്കുക എന്നതാണ്. പക്ഷെ കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു വലിയ ചേരുവ ബാക്കിയുണ്ട്. അതിന് പലപ്പോഴും പലർക്കും വീണ്ടും ഫോളോ അപ്പ് ആവശ്യമുണ്ടാകും. പഠനത്തിൻ്റെ വിഷയത്തിലും ഉണ്ടാകും. ഇപ്പോൾ പലരും നമ്മളെ യൂട്യൂബ് ചാനലിലൊക്കെ വന്നിട്ട് എന്നെ വിളിക്കാറുണ്ട്, ഉസ്താദേ മോൻ്റെ ഇന്നാലിന്ന പ്രശ്നം. അങ്ങനെ വിളിക്കുന്ന സമയത്ത് ഞാൻ ഈ തിരക്കിനിടയിൽ വിളിച്ചാളെയും മറക്കും, ചിലപ്പോൾ മറുപടിയും കൊടുക്കാൻ കഴിഞ്ഞോളണമെന്നില്ല, പിന്നെ വിളിക്കാനോ മറ്റൊക്കെ പറഞ്ഞെന്നിരിക്കും. അപ്പോൾ അങ്ങനെ വിളിച്ച് ബുദ്ധിമുട്ടാകാതിരിക്കാൻ നിങ്ങൾക്ക് ഒരു ടീം ഫ്രീ ആയിട്ട് ഫോളോ അപ്പ് തരാനും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ തരാനും പെയ്ഡായിട്ടുള്ള ട്രെയിനിങ്ങുകളുണ്ട്. ക്യാഷ് അടച്ച് പങ്കെടുക്കാവുന്ന ട്രെയിനിങ്ങുകളുണ്ട്. ക്യാഷ് അടച്ച് പങ്കെടുക്കാമെന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ വിചാരിക്കണ്ട ഇത് ഒരു വലിയ സമ്പാദന മാർഗമായിട്ട് ചെയ്തതാണെന്നല്ല. അതിന് പറ്റുന്നൊരു സംവിധാനത്തെ നമ്മുടെ ഇത്തരം മദ്രസ പോലെയുള്ള സ്ഥാപനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഫ്രീ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിയായ വിലയൊന്നും വാങ്ങാതെ, അഥവാ കോടികൾ ചിലവഴിച്ചിട്ടാണ് സത്യത്തിൽ ഈ സംവിധാനം ഈ രൂപത്തിൽ രൂപകൽപ്പന ചെയ്തെടുത്തത്. അതിൽ മാക്സിമം ചെയ്യാൻ പറ്റുന്നതിൽ സർവീസ് ലെവലിൽ സേവനത്തിൻ്റെ രീതിയിൽ മാക്സിമം ചെയ്യാൻ പറ്റുന്ന സേവനങ്ങൾ എന്ന അർത്ഥത്തിലാണ് പെയ്ഡ് സർവീസ് പോലും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്തരം സംഗതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും, പറഞ്ഞു തരും. അതിന് പറ്റുന്ന സേവനം ലഭിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ആ ഫോമിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ നമ്പറും ചേർത്താൽ, എഴുതിയാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റുന്നത്ര അളവിൽ മെസ്സേജുകൾ തരും. പിന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇവിടുത്തെ തന്നെ ഉസ്താദുമാരെ ബന്ധപ്പെട്ടാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സേവനങ്ങൾ നാം
ആവശ്യമുള്ളതുപോലെ ചെയ്തു തരാൻ ശ്രമിക്കും എന്നുകൂടി ഉണർത്തുന്നു. ഒറ്റ വാക്ക് പറയുന്നത്, പാരൻറ്റിങ് എന്ന് പറയുന്നത് വിശാലമായി അനുഭവിച്ച് പഠിച്ചു വരേണ്ട ഒരു സംഭവമാണ്. ഇപ്പോൾ ഒറ്റ ഉദാഹരണം പറയാം, ഫോണിൻ്റെ കേസ് തന്നെ. ഇപ്പോൾ ഫോണിൻ്റെ കേസുമായി വരുന്നൊരു രക്ഷിതാവിന് ഒരു സംസാരിച്ചോട്ടെ, ഞാൻ പറഞ്ഞതാ സംസാരിച്ചോന്ന്. കാരണം ഓല് ഉറങ്ങിയാൽ നമ്മൾ വെറുതെ ആയിപ്പോലെ. ഇപ്പോൾ സംസാരിച്ച കുറേ ആളുകൾക്കും കുറേ ആളല്ല സംസാരിക്കും. അപ്പോൾ പിന്നെ ഓലെ അത് പകുതിയും നടന്നാൽ തന്നെ ആശ്വാസം, ലാഭമാണല്ലോ. അപ്പോൾ ഈ ഫോണിൻ്റെ കേസ് തന്നെ എന്താ വേണ്ടത്? ഫോണിൻ്റെ കേസിൽ നടക്കേണ്ടത്, അതുപോലെ സ്ത്രീകൾ സംസാരിക്കുമ്പോൾ ഒരാളോട് മാത്രം സംസാരിച്ചാൽ മതി, എന്നാൽ പിന്നെ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഒരാൾ തന്നെ കുറേ ആളോട് സംസാരിച്ചാൽ പിന്നെ ഞാനും പോലും ഒരുപോലെ ആവില്ല. അതുകൊണ്ട് ആ ഭാഗം ശ്രദ്ധിച്ചാൽ മതി ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഫോണിൻ്റെ വിഷയത്തിൽ തന്നെ ഇപ്പോൾ ചില കേസുകളൊക്കെ കാണാം. ഇപ്പം നമ്മൾ പറഞ്ഞു ഒരാളോട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഫോൺ കൊടുക്കാതിരുന്നാൽ മതി. അത് കൊടുക്കാതിരുന്നു, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറയുന്നു ഉസ്താദ് പറഞ്ഞ പോലെ ചെയ്തിട്ട് ഒരു ഫലവും ഇല്ല. അവിടെ ഫലം കാണും എപ്പോൾ അയാൾ നമ്മളെടുത്ത് വരുന്നു. ഇപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഒരു ദിവസം എൻ്റെ അടുത്തൊരു രക്ഷിതാവ് വന്നു. +2 പഠിക്കുന്ന കുട്ടിയുടെ രക്ഷിതാവാണ്. ഇവൻ്റെ പ്രശ്നം എന്താ, ഇതേ ഫോണിൻ്റെ കേസ് തന്നെ. ഫോൺ കിട്ടിയിട്ടില്ലെങ്കിൽ ഇവൻ വയലൻ്റ് ആവും. നല്ല സ്വഭാവമൊക്കെയാണ്, ഉഷാറൊക്കെയാണ്, പക്ഷേ ഫോൺ കിട്ടിയിട്ടില്ല പിന്നെ ആളാകെ കോലം പറയും. ഇതെല്ലാം കൂടി പണ്ടാണെങ്കിൽ എനിക്കൊന്ന് പിടിച്ചൊക്കെ വെക്കായിരുന്നു. ഇപ്പം എനിക്ക് പിടിച്ചും വെക്കാൻ പറ്റില്ല. അടക്കയാണെങ്കിൽ മടിയിൽ വെക്കത്, കവുങ്ങാവുമ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ഇപ്പം ഇത് ഇവനെ പിടിച്ചു വെച്ചാൽ ഇനി ഞാനെന്താവും എന്നുള്ളത് തിരിഞ്ഞിട്ടില്ല, മനസ്സിലായിട്ടില്ല, അക്കോലത്തിലാണ്. അപ്പോൾ ഇയാൾ ഇതിങ്ങനെ പറഞ്ഞു, ഞാൻ ഉസ്താദ് പറഞ്ഞ പോലെയൊക്കെ ചെയ്തു നോക്കി. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അതിനാണ് നമ്മൾ പരിശീലനമൊക്കെ വെച്ചത്. നിങ്ങൾ ഒരു 8 ആഴ്ച തുടർച്ചയായി വരികയാണെങ്കിൽ, 16 ആഴ്ചയാണ് പ്രോഗ്രാം, അതിലൊരു 8 ആഴ്ച നിങ്ങൾ വരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് പരിഹാരം ഉണ്ടാവും എന്ന് പറഞ്ഞു. 4 ആഴ്ച അദ്ദേഹം വന്നു. 4ാമത്തെ ആഴ്ച ഞാൻ എവിടെയോ നടന്നൊരു പ്രോഗ്രാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോൾ അതിൻ്റെ ബാക്കിൽ അദ്ദേഹം, അതിൻ്റെ കമൻറ്റിൽ അദ്ദേഹം കൊടുക്കുന്നുണ്ട്, മർഹബൻ